അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന പഠനത്തിന്റെ 21ാമത്തെ ക്ലാസ്സിലേക്കാണ് ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 20 ക്ലാസ്സുകൾ നടത്തുവാൻ കർത്താവ് സഹായിച്ചിരുന്ന 21ാമത്തെ ക്ലാസ്സാണ്. മുഴുവൻ കൂടാതെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 28, 29 വാക്യങ്ങളെ ആധാരമാക്കി നിത്യജീവനോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയാക്കുന്നത്. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാൻ ഉള്ള നാഴിക വരുന്നു. ഈ വചനം വായിക്കുമ്പോൾ ഇത് ഈ ആരെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആരിലാണ് ഈ ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കാൻ കഴിയാത്തതാണ്. വാസ്തവത്തിൽ ദൈവമക്കളാകുന്ന വിശുദ്ധന്മാരുടെ കല്ലറകളുടെ മീതെ എഴുതി വെക്കേണ്ട വാക്കുകളല്ല. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ ശവസംസ്കാര സുരക്ഷയുടെ ബന്ധത്തിൽ വായിച്ചു കേൾപ്പിക്കേണ്ട അവരോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണ്. എന്നാൽ കൂടി വരുന്നവർക്ക് വേണ്ടിയുള്ള വചനമാണ്. ആവർത്തിക്കാം, ദൈവമക്കൾ വിശുദ്ധിയിൽ ജീവിച്ച കർത്താവിനോട് ഒരുക്കപ്പെടുവാനുള്ളവരുടെ ശവക്കലറുകളുടെ മേൽ എഴുതി വെക്കാനുള്ളതല്ല ഈ വചനം. ഇത് അവരോടുള്ള ബന്ധത്തിലല്ലത്. പിന്നെ ദൈവവചനം അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് പലർക്കും അറിയാത്തത് കൊണ്ട് അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന വചനങ്ങൾ പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് ചെയ്യാറുള്ളത്. ദൈവമക്കളെ ദിവസങ്ങളിൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് കാര്യഗൗരവതയോടെ മനസ്സിലാക്കി പഠിച്ചു പോകാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഗ്രഹിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്ന് 99% ആൾക്കാർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായില്ല. വചനപരമായിട്ടുള്ള വിശ്വാസത്തിൽ വന്നു എന്നുള്ളത് തന്നെ എന്തോ വലിയൊരു കാര്യം പോലെയാണ്. ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വന്നല്ലോ എന്നുള്ള ചിന്തയുണ്ട്. ഇവിടെ ഒന്നുമായിട്ടില്ല. വിശ്വാസത്തിൽ വന്നത് വലിയൊരു ഭാഗ്യകരമായ അവസ്ഥയാണ്, ഏറ്റവും ശ്രേഷ്ഠകരമാണ്, നല്ലതാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം നാം ആയിത്തീരാൻ പാടില്ല. അതുകൊണ്ടാണ് ദൈവത്തെ പറയുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നാം മറ്റുള്ള സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാകുന്നു എന്നുള്ളത് ദൈവത്തെ പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷമായി സന്തോഷമില്ലാത്ത ഇടുങ്ങിയ ഞെരുങ്ങിയ അവസ്ഥയുടെ കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വചന കേൾവിയുടെയും വചന ചിന്തയുടെയും അഭാവം കൊണ്ട് പ്രത്യാശ കുറഞ്ഞു പോകുന്നു. വിശ്വാസം വർദ്ധിച്ചാലേ പ്രത്യാശ ഉണ്ടാകുള്ളൂ. അതിന് വചന കേൾവി ആവശ്യമാണ്. അപ്പൊ ഏത് വിധത്തിലും സാത്താൻ ചെയ്യുന്നത് ദൈവവചനം പഠിപ്പിക്കത്തില്ല, അത് ശ്രദ്ധിക്കാൻ സമ്മതിക്കത്തില്ല, മനസ്സിലാക്കി തരാൻ സമ്മതിക്കത്തില്ല. അതിന് സമയം ഒരിക്കലും അവൻ അനുവദിച്ചു തരത്തില്ല. കാരണം കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം പ്രത്യാശ വർദ്ധിപ്പിക്കും. അത് സ്നേഹമാകുന്ന ക്രിസ്തുവിലേക്ക് നമ്മളെ എത്തിക്കുവാനിടയാത്ത. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നവയിൽ വലുതോ സ്നേഹം അത്രയെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവസ്നേഹമാകുന്ന ക്രിസ്തുവിൽ എത്തിച്ചേരണമെങ്കിൽ, അവനോടുകൂടി ചേരണമെങ്കിൽ നമുക്ക് അനുദിനം വായനയും പഠനവും ചിന്തകളും അതേ പ്രധാന വചനം ധ്യാനിച്ച് വളർച്ച പ്രാപിച്ച് നാം ക്രിസ്തു തലയോളം എത്തിയെങ്കിൽ മാത്രമേ കർത്താവിന്റെ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ വായിച്ചിരിക്കുന്ന ഭാഗം വായിച്ചിട്ട് മറ്റുള്ളവരെ പോലെ നമ്മളായിത്തീരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ആവർത്തിച്ച് ഒന്നുകൂടി ഓർപ്പിക്കുന്നത്. ഞാനൊന്നുകൂടെ പറയട്ടെ, ഇത് ദൈവമക്കളാകുന്ന വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അഥവാ മണവാട്ടി സഭയോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമല്ല. ഇത് നിത്യജീവനോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. അതിന്റെ അർത്ഥം ദൈവസഭയ്ക്കകത്ത് 30 മേനിയും 60 മേനിയും 100 മേനിയും ഉണ്ട്. വചനം വിതച്ചു 30 മേനി നല്ല നിലത്ത് വീണത് 30, 60, 100 മേനി വിളഞ്ഞു എന്നാണ്. എന്താണ് 30 മേനി, എന്താണ് 60 മേനി, എന്താണ് 100 മേനി എന്നുള്ളത് കർത്താവ് ഒരുപോലും വെറുതെ കഥകൾ പോലെ പറഞ്ഞ കഥകളല്ല. കർത്താവ് പറഞ്ഞ ഉപമകൾ ലോകസ്ഥാപനം മുതൽ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ
കടങ്കഥകളായി ഈ കഥാപ്രവൃത്തി പാട്ടടിയാക്കുന്നു. നമുക്ക് മനസ്സിലാകാൻ രീതിയിൽ പറയോട്ടടിയാത്ത 30 മേനി വളഞ്ഞു, 60 മേനി വളഞ്ഞു, 100 മേനി വളഞ്ഞു എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിന്റെ സുവിശേഷ മുഖാന്തരം 30, 60, 100 മേനി വിളയുക എന്നതിന്റെ അർത്ഥം ഞാൻ ചുരുക്കത്തിൽ പ്രസ്താവിക്കാം, വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. നിത്യതയുള്ള ബന്ധത്തിൽ, മനുഷ്യ ആവശ്യമുള്ള ബന്ധത്തിൽ, നിത്യമുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൽ വരുന്നവരെ 3 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലായിരിക്കും നിത്യതയിൽ കാണാം. ഒന്ന്, പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് 30 മേനി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെട്ടവരാണ്. അവരുടെ പുനരുത്ഥാനമാണ് ഒടുക്കത്തെ നാളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിനോടകം നാം പാട്ടിയാക്കുന്നത്. ഞാൻ നിങ്ങളും ജനിച്ചപ്പോൾ അതായിരുന്നു. നമ്മൾ ജനിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാന് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ലോകത്തിൽ പറന്നു വീണപ്പോൾ ഞാൻ നിത്യജീവൻ യോഗ്യതയുള്ളതായിരുന്നു. എന്നാൽ ഞാൻ വളർച്ച പ്രാപിച്ച് ഞാൻ എന്ത് ചെയ്തു? ഭേദാഭേദങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ള സമയത്ത് പാപം എന്നിൽ തലയുയർത്തിയപ്പോൾ ലോകത്തിന്റെ അറിവ്, പാപം, അനുസരണക്കേണ്ട ശക്തി എന്നിൽ വ്യാപരിച്ചപ്പോൾ ഞാൻ അനുസരണക്കേട് അടിമപ്പെടുകയും അതിക്രമങ്ങളാലും പാപങ്ങളാലും ഞാൻ മരിച്ചു പോകുവാനിടയാക്കും. അപ്പോൾ ദൈവം പറയും, പുറപ്പാട് പുസ്തകം 32-ാമത്തെയും 33-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പാപം ചെയ്യുന്നതിന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന്, ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയും എന്ന് മോശയോട് പറയാട്ടിടയാക്കുന്നു. മോശ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, മോശ പഴയ നിയമ പ്രവാചകനാണ്, പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠനായിട്ടുള്ളവൻ. അവൻ പറഞ്ഞു, എന്റെ പേര് അതിൽ നിന്ന് മായ്ച്ചു കളയെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പാപം ചെയ്യുന്നതിന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയെന്ന് പറയാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് മനുഷ്യ വംശം, മനുഷ്യരാശിയുള്ള ബന്ധത്തിലുള്ള നിത്യം എന്താണ്, നിത്യമരണം എന്താണെന്നുള്ളതിന്റെ ഒരു വേർതിരിവ് വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. കാരണം ഈ ദിവസം അത് മനസ്സിലാക്കി ഒന്ന് ചിന്തിച്ചു പോകുന്ന നല്ലതാണ്. ഇനി അതിനകത്ത് സംശയം ഉയരുകയാണെങ്കിൽ നല്ലതാണ്. സംശയങ്ങൾ ഉണ്ടാകണം, ന്യായമായിട്ടുള്ള സംശയങ്ങൾ. അത് നമ്മൾ ചിന്തിക്കണം. അതിന് മറുപടി കിട്ടുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും ചോദിക്കണം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനത് പറഞ്ഞുതരാം. ഇതെല്ലാം അറിയാമെന്നോ ഞാൻ പറയുന്നത്, അറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനുള്ള താല്പര്യം എപ്പോഴും എനിക്കുണ്ട്. ചോദിക്കുന്ന ആരോടും അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അത് മുഴുവനും എല്ലാം ഗ്രഹിച്ചിട്ടല്ല, നമ്മൾ അറിയേണ്ട പോലൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തോടെയാണ് ഇത് പഠിപ്പിക്കുന്നതെന്നും ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കുറച്ചും കൂടെ ലളിതമായ രീതിയിലും മനസ്സിലാകാവുന്ന രീതിയിലും എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇത് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആരാകുന്നു എന്നുള്ളതും നമ്മൾ ഏത് നിലയിൽപ്പെടുന്നു, നമ്മൾ ഏത് പുനരുത്ഥാനത്തിൽ വരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് ഇതേക്കുറിച്ച് പഠിപ്പിക്കുന്നത്. സ്തോത്രം. മനസ്സിലാക്കിയിട്ട് നമ്മൾ എവിടെ ആയിരിക്കുന്നു, എന്തായിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാകും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ ആഗ്രഹിക്കാത്തവരെന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നാം ഒന്നും ഇത് ആഗ്രഹിച്ചവരായിരുന്നില്ല. എന്നാൽ നമുക്ക് കർത്താവിനെ കണ്ടെത്താനുള്ള ഭാഗ്യം ലഭിച്ച ജാതികളായിരിക്കും നമുക്ക്. അതുകൊണ്ട് പഴയ നിയമ പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ മറച്ചു വെച്ചിരുന്നത് കൃപയാൽ നമുക്കത് വെളിപ്പെടുത്തി തന്നു. അതിനായി ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യാം. പരിശുദ്ധന്മാവിനെ ഭൂമിയിൽ തന്ന് യേശു പറഞ്ഞ കാര്യങ്ങളെ ഓർപ്പിച്ച് നമ്മളെ ഉണർത്തി നമ്മളെ ആ ക്രിസ്തുവിന്റെ തികവിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ദൈവ ക്ഷീണം ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നമുക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ ഗ്രാഫ് എടുത്തു കൊണ്ടുപോയി നമ്മളെ ഹൃദയത്തിന്റെ ചിന്തകളെ ഒപ്പിയെടുത്ത് എന്താണെന്ന് മനസ്സിലാക്കി സ്വർഗം അതിനെ ശോധന ചെയ്തിട്ട് അതിന് വേണ്ട പരിഹാരം നൽകുവാൻ ദൈവത്തിന്റെ സ്കാനിങ് രാത്രികാലം നടക്കുന്നു. രാത്രിയിൽ ദൈവം നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ കഴിയാത്തതും. അപ്പോൾ അത് ദുരുദ്ദേശം ഒന്നും കണ്ടെത്തുന്നില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളെ ശോധന ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊന്നും നെഗറ്റീവായിട്ടുള്ളത് ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാമല്ലോ, സ്കാനിങ് കഴിഞ്ഞു കഴിയുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമാണ്.
നമുക്കറിയാം. അതുപോലെ എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ ഞാൻ നിങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മൾ റിപ്പോർട്ട് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലെത്താറുണ്ട്. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ ദുരുദ്ദേശം ഒന്നുമില്ലാത്തൊരു ജീവിതമായി സദുദ്ദേശത്തോടെയാണ് ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ഒരു ദുരുദ്ദേശമായിരിക്കരുത്, ഒരു സദുദ്ദേശം. അതിന്റെ അകത്ത് ജോലി ചെയ്തതെന്നോ വീട് വാങ്ങിക്കരുതെന്നോ സമ്പാദിക്കരുതെന്നോ പിള്ളേരെ പഠിപ്പിക്കരുതെന്നോ അല്ല അർത്ഥം. അതൊക്കെ നല്ല ഉദ്ദേശങ്ങളാണ്. എന്നാൽ ദുരുദ്ദേശം ഉണ്ടാകും. ഒരാളെ മറിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കിയിട്ട് എനിക്ക് വളരണ്ട, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരാളുടെ എന്തെങ്കിലും കയ്യിലുള്ള നമ്മൾ കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ദുരുദ്ദേശമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ രാജാക്കന്മാരുടെ കാലത്തൊക്കെ നമുക്കറിയാം, മുന്തിരിത്തോട്ടമൊക്കെ കൈവശമാക്കാൻ വേണ്ടിയുള്ള ദുരുദ്ദേശമാണ്. ഇസബേലിന്റെ ഇഷ്ടത്തോടു കൂടി ഇസ്രായേലിനായിരിക്കുന്ന വ്യക്തിയുടെ മുന്തിരിത്തോട്ടം അവൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് നേരായ മാർഗമായിരുന്നില്ല, അത് ദുരുദ്ദേശമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ആരുടെയും ഒന്നും കൈക്കലാക്കാൻ വേണ്ടിയുള്ള ദുരുദ്ദേശം നമുക്ക് വേണ്ട. നമുക്കുള്ളത് ദൈവം നൽകുന്നത് അത് സദുദ്ദേശത്തിന് വേണ്ടി ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആരെയും ഇങ്ങനെ വീഴിച്ചിട്ടാകരുത് നമുക്ക് എന്തെങ്കിലും വേണ്ടിയത്. അങ്ങനെയല്ല, നമ്മുടെ ഉദ്ദേശം സദുദ്ദേശമായി ദൈവം നമുക്ക് നൽകാനുള്ള നൽകട്ടെ. നമ്മുടെ പിതാക്കന്മാർ ആ ഒരു ഉദ്ദേശത്തോടെ ജീവിച്ചവരായിരുന്നു. അവരാരും തന്നെ പരസ്പരം വേല വെച്ചിരുന്നില്ല. പത്രോസ് വേല വെച്ചല്ല ഒന്നാമനായി തീർന്നത്. അവൻ യാക്കോബിനെ മറികടക്കുന്നതായ പത്രോസിനെ എന്നും വീഴ്ചല്ലായത്. അത് ദൈവിക പദ്ധതി പ്രകാരം അവർക്ക് കൊടുത്തതനുസരിച്ച് അവരാകുകയാണ് ചെയ്തത്. ഒരിക്കലും കടത്തിവെട്ടി പത്രോസ് ഈ യോഹന്നാനെയും മറ്റുള്ള ശിഷ്യന്മാരെയെല്ലാം വാക്കുകളൊക്കെ പറഞ്ഞ് കടത്തിവെട്ടി കുറ്റം പറഞ്ഞൊന്നുമില്ലായത് ദൈവനെ ആക്കുകയാണ് ചെയ്തത്. അതിനകത്തെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത് നിഷ്കളങ്കമായിരിക്കുന്ന ഒരു ജീവിതാനുഭവം നമുക്ക് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അവര് ആരാണ് വലിയവെന്നൊക്കെയുള്ള ചോദ്യചിന്തകളൊക്കെ ഉണ്ടായെങ്കിലും അവരാരും തന്നെ വലിയവരാകാൻ വേണ്ടി പരിശ്രമിച്ചില്ല. അവരെല്ലാം ആ കാലഘട്ടത്തിൽ ഒന്നോടൊന്ന് ചേർന്ന് നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി തോളോട് തോൾ ചേർന്ന് സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് 1-ാം നൂറ്റാണ്ട് ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ പലപ്പോഴും ആത്മീയ ഗോളത്തിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതി നമ്മൾ തള്ളപ്പെട്ടു പോകും. നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അധികം നാള് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം അത് ആ ഒരു മേഖല പോലെയായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാല് അതേക്കുറിച്ചുള്ള മെസ്സേജുകളൊക്കെ കർത്താവ് തരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ആരെയാണ് കർത്താവ് ഉയർത്തിക്കൊണ്ടുവരുന്ന, ആരെയാണ് കർത്താവ് തന്റെ തോട്ടമാ സഭയെ പരിപാലിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്, എങ്ങനെയാണ് നമുക്കുള്ളത് ദൈവത്തിനകത്ത് നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഞാൻ ഇവിടെ പറഞ്ഞ ഒന്നുകൂടെ ലളിതമായി പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമക്കൾ മനസ്സിലാക്കണം എന്താണ് 30, എന്താണ് 60 മേനി, എന്താണ് 100 മേനി. കർത്താവ് തന്നെ പറഞ്ഞ വചനമാണ്. അപ്പോൾ 30 മേനി എന്നുള്ളതാണെങ്കിൽ ഞാൻ 30 മേനിയിൽ അല്ലായിരുന്നു. ഞാൻ ആദ്യം ജനിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ, ശിശുവായി ജനിച്ചപ്പോൾ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരുടെയും പേരുകൾ അത് ജീവപുസ്തകത്തിലുണ്ടാവും. അതിനകത്ത് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല. ലോകത്തിൽ ആദ്യ വംശത്തിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകസ്ഥാപനം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം തുറക്കപ്പെടുന്നത് ഒടുക്കത്തെ നാളിൽ ആകുന്നു. ഒടുക്കത്തെ നാൾ വരെ ഈ പുസ്തകം രേഖപ്പെടുത്തിയ ആൾക്കാരെ പേരുകൾ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. ലോകസ്ഥാപനത്തെങ്കിൽ എഴുതപ്പെട്ടു തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചിരുന്നു. ആദത്തിന്റെയും ഹവ്വയുടെയും പേരാണ് ലോകസ്ഥാപനത്തെങ്കിൽ ആദ്യമായി എഴുതപ്പെട്ടത്. എന്നാൽ ലോകാരംഭത്തെങ്കിൽ അഥവാ പാപത്തിന്റെ അവസ്ഥ വന്നപ്പോൾ അവിടെ പേരുകൾ മായ്ക്കപ്പെട്ടവരായിട്ടാണ് അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലൂടെ. ജീവോസ്തയിൽ ആദ്യം എഴുതപ്പെട്ടവരുടെ പേരുകൾ ആദമും ഹവ്വയുമായിരുന്നു. ആദ്യമായി പേരുകൾ മായ്ക്കപ്പെട്ടവരുടെ പേരുകൾ ആദമും ഹവ്വയുടെ പേരുകളായിരുന്നു. രണ്ടുപേരുടെയും പേരുകൾ മായ്ക്കപ്പെട്ടു. എന്നാൽ
കയ്യിന്റെ ജീവിതത്തിന് ശേഷമായി കയ്യിനെ പ്രസവിക്കുന്നതോടു കൂടി ആദമുഹവയും വേദനയും കണ്ണുനീരും കഷ്ടവും അനുഭവിച്ചതോടുകൂടി അവർ മാനസാന്തരപ്പെട്ട് തകർന്ന ഹൃദയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം വീണ്ടും അവിടെ പേരുകൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ദൈവനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൂക്കോസ് സുവിശേഷത്തിൽ ആദമീയ വംശത്തെ വരുമ്പം ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലും ദൈവം ആദ്യം സൃഷ്ടിച്ച ആദാം പാപിയായി മരിച്ച് നിത്യനരകത്തിലേക്ക് പോകാനുള്ളവനല്ല, ദൈവനെ വീണ്ടെടുത്തിരുന്നു എന്നുള്ളത് രാത്രി നാം ഓർത്തിരിക്കുന്നതുണ്ടായി. പലർക്കും സംശയിക്കുന്നുണ്ട്, ആദം എവിടെയാണ്? ആദം പാപം ചെയ്തല്ലേ? ആദം ചെയ്ത പാപം കൊണ്ട് ആദം നരകത്തിൽ പോകത്തില്ലേ? നിത്യനരകത്തിൽ തള്ളിപ്പടത്തില്ലേ? എന്നൊക്കെയുള്ള ചിന്തിച്ച് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആദം ഒരിക്കലും ദൈവത്തിന്റെ പ്രഥമ സൃഷ്ടി, അവന്റെ കരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം പൈശാചികന്റെ കയ്യിലല്ല ഉണ്ടായിരുന്നത്. അവൻ രക്ഷിക്കപ്പെട്ടിരുന്നു. അവന്റെ പേര് മായ്ക്കപ്പെട്ടിരുന്നെങ്കിലും അവന്റെ പേര് വീണ്ടും അത് രേഖപ്പെടുത്തുവാൻ ഇടയാത്തുന്നു. അതാണ് നമുക്ക് ദൈവനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർ വേർകൃത്യമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല, സാഹചര്യ വ്യത്യാസമില്ല, യവന വ്യത്യാസമില്ല. ജനിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. രാത്രി അത് മനസ്സിലായി. നാം എല്ലാം ജനിക്കുമ്പോൾ ഒരുപോലെയാണ് ജനിക്കുന്നത്. അതിനർത്ഥം ആത്മീയ നിലവാരത്തിൽ ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ് ജനം തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നിത്യജീവനോഹരിക്കാരായി നിത്യജീവനമായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ പാപത്തിന്റെ ബീജം നമ്മളിലുണ്ട്. അത് നാം വളർന്നു വരുമ്പോൾ നമ്മുടെ ചെവികളിലൂടെ കേൾക്കുന്നത്, ലോകത്തിന്റെ അറിവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നാം ദൈവവചനത്തെ നിന്നും മാറി, ദൈവിക ഭയത്തിൽ നിന്നും മാറി പാരമ്പര്യങ്ങളിലേക്ക് മറ്റുള്ള പലകളിലേക്ക് നീക്കപ്പെട്ട് പാപത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ, ബാല്യപ്രായത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം പാപങ്ങളെ കണക്കിടാൻ തുടങ്ങും. പാപങ്ങളെ കണക്കിടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പേര് മായ്ച്ചു കളയും. അങ്ങനെയാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിലേക്ക് വീണു പോകുന്നത്. അപ്പോൾ പാപിയായിട്ട് ആണ് മനുഷ്യൻ ജനിക്കുന്നതെങ്കിലും ശിശുവായിരിക്കുമ്പോൾ അവര് ദൈവരായത്തിന് യോഗ്യരായിട്ടുള്ളവരാണ്. ഒന്നാണ് കർത്താവ് പറഞ്ഞത്, ശിശുക്കളെ വിടുവീൻ, ഇങ്ങനെയുള്ളവരല്ലോ ദൈവരാജ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യത്തിന് യോഗ്യരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും വേർതിരിച്ച് മാറ്റിവെക്കുവാൻ കഴിയത്തില്ല. അവര് ദൈവത്തിന്റെ തന്നെയാണ്. അത് ദൈവ പദ്ധതി പ്രകാരം ദൈവത്തിന്റെ തന്നെയാണെന്നുള്ളതും രാത്രിയിൽ ഒന്നുകൂടി ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് കഴിയുമ്പോൾ, തിരിച്ചറിവുണ്ടായി ബാല്യപ്രായത്തിലാണ് മനുഷ്യൻ പാപത്തിലേക്ക് പോകുമ്പോൾ ദൈവം അവനെ ഭേദാഭേദം തിരിച്ചറിയാനുള്ള കൃപ കൊടുത്തിട്ടും വെളിച്ചത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് പാപത്തിലേക്ക് പോകുന്നത് കൊണ്ട് എല്ലാ മനുഷ്യരും പോകും. അത് സ്വാഭാവികമാണ്. ചതിക്കുഴിയിൽ പാപത്തിന് പിടിയിൽപ്പെട്ട് അതിലേക്ക് വീണ് കഴിയുമ്പോഴാണ് മനുഷ്യന്റെ പേര് മായ്ച്ചു കളയുന്നത്. മനുഷ്യൻ പാപം ചെയ്ത പാപം ആർക്ക് ക്ഷമിക്കാൻ കഴിയും എന്നുള്ള ചോദിക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് നാം 100 ഗുണങ്ങൾ ചെയ്താൽ കാര്യം. ഒരു മനുഷ്യനെ നാം കൊന്നിട്ട് അതിന് പകരമായിട്ട് 100 പേർക്ക് വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പാപം മാറത്തില്ല. ഞാൻ പറഞ്ഞത്, ഒരു തെറ്റ് ചെയ്തിട്ട് നന്മ പ്രവൃത്തി കൊണ്ട് മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാമെന്ന് വിചാരിക്കരുത്. ഏതെങ്കിലും കോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുറ്റം സമ്മതിച്ച് ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമം അനുസരിച്ച്, ഏത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കോടതി അവരോട് പറയുന്നത് നീ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം നന്നായി ജീവിക്കാൻ പറയും. എന്നാൽ സ്വർഗീയ കോടതി മാത്രമാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവന്റെ അന്ന് വരെയുള്ള പാപത്തിന്റെ കടച്ചിട്ട് കീറിക്കളയാൻ കാരണമായിട്ടുള്ളത്. ഞാനും നിങ്ങളും ചെയ്തു പോയ പാപത്തിന്റെ സകല കാര്യങ്ങളും, അതിന്റെ സകല ആ ഭാവഭാരം മുഴുവൻ യേശു വഹിച്ചതുകൊണ്ട് അവൻ അതിന് അധികാരമുണ്ട്. നമ്മളെ രക്ഷിക്കാനുള്ള അധികാരം, ജീവൻ നൽകാനുള്ള അധികാരം പിതാവ് തന്റെ പുത്രന് കൊടുത്തിരിക്കുന്നു. അതാണ് രക്ഷ എന്ന് പറയുന്നത്. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. എങ്ങനെ രക്ഷിക്കും? ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അവനാണ് ജീവൻ തന്നത്. അതുകൊണ്ട് ജീവൻ പ്രാപിക്കണമെങ്കിൽ അവന്റെ അടുക്കൽ വരണം. മറ്റേതെങ്കിലും ഒരു മാർഗത്തിലൂടെ രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നടക്കത്തില്ല. അതിന് വേറെ ആർക്കും കഴിയത്തില്ല. ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രം. മനുഷ്യർക്കും ദൈവത്തിനും മധ്യേ ഒരുവൻ മാത്രമേ
മാത്രമേയുള്ളൂ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് നിദാനം കാരണബോധനായി തീർന്നത് യേശുക്രിസ്തുവാണ്. അവൻ സകലത്തിനും കാരണബോധൻ, സൃഷ്ടിച്ചവൻ തന്നെയാണ് രക്ഷകനായും ലോകത്തിൽ മനുഷ്യപുത്രനായി അവതരിച്ചത്. അവൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. പാപം ചെയ്ത ശേഷമായി 100 കണക്കിന് നന്മ പ്രവർത്തിയതാലും പാപത്തിന്റെ കറ മാറിപ്പോകത്തില്ല. പാപത്തിന്റെ കറ മായ്ക്കുവാൻ ഇവിടെയുള്ള ഒരു മരുന്നുകൾക്കോ ഒരു ഡിറ്റർജന്റിനോ കഴിയത്തില്ല. മനുഷ്യനിലൂടെ മുഴുവൻ പാപം മാറ്റുവാൻ ഒരുവന് മാത്രമേ പറ്റിയുള്ള ദൈവത്തിന് വചനമാകുന്ന വചനം കൊണ്ട് കഴുകൽ പ്രാപിക്കാതെ സാധിക്കത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ഏറ്റെടുക്കേണ്ട, ഞാൻ സഹിക്കേണ്ടതായ പാപം മുഴുവൻ യേശു വഹിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് അവന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നതിനെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം ക്രിസ്തു എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്നു, അവൻ എന്റെ സകല പാപവും അവൻ വഹിച്ചു, എന്നെ അവൻ സ്വതന്ത്രനാക്കി. അതുകൊണ്ട് അവന്റെ പാപത്തിന് വേണ്ടി പരിഹാരമായി തീർന്നുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി എന്ന് വിശ്വസിക്കുന്നതിനെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. എന്താ വിശ്വാസം? ബിലീവർ. ബിലീവർ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയില്ലാത്തതല്ല. ബിലീവർ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയുണ്ട്. യാക്കോബ് പറഞ്ഞ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമത്രേ. ദൈവമക്കളെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം എന്നുള്ളത് വെറും 2-3 വാക്കുകളിൽ ചുരുങ്ങി നിൽക്കുന്ന ഒന്നുമില്ലായ്മയല്ല വിശ്വാസം. അത് വളരെയധികം ഗൗരവപൂർവമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വലിയ മർമ്മമുണ്ട്. അത് ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ളത്. നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നത്? നാം ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സംവിധാനത്തിലല്ല നാം വിശ്വസിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമായി ക്രിസ്തു പാപപരിഹാര യാഗമായി തീർന്നു. അവൻ എനിക്ക് പാപപരിഹാരത്തിന് വേണ്ടി എന്റെ പാപം യേശു ഏറ്റെടുത്തു, അവൻ എന്നെ സ്വതന്ത്രനാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. അതല്ലാതെ മറ്റേതെങ്കിലും ഒരു അടിസ്ഥാനത്തിലല്ല ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഈ വിശ്വാസമുള്ളവരെയാണ് ദൈവ മക്കൾ എന്ന് പറയുന്നത്. അതല്ലാതെ ജനിച്ചു വീഴുന്നവരെ ചേർത്ത് കൂട്ടി നിർത്തി അവരെല്ലാം കൂടി കൂടുന്ന ഒരു പ്രസ്ഥാനമല്ല ദൈവസഭ. വീണ്ടും ജനിക്കുന്നവരാണ്. അപ്പൊ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിപ്പോയ നമ്മൾ വീണ്ടും അവന്റെങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇതാണ്. അപ്പോൾ നാം പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതായി തീർന്നു കഴിഞ്ഞപ്പോൾ നാം എന്ത് ചെയ്തു? മറ്റൊരു മാർഗമില്ല, പാപപരിഹാരത്തിന് മറ്റൊരു മാർഗമില്ലാതായി തീർന്നു കഴിഞ്ഞപ്പോൾ, ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഹൃദയത്തിന് പരിഹാരമായി തീർന്ന അവങ്കിലേക്ക് നോക്കിയപ്പോൾ സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീരെന്ന വചനപ്രകാരം യേശുക്രിസ്തു നമുക്ക് പരസ്യമായി പാപത്തിന്റെ പരിഹാരമായി ക്രിസ്തുവിനെ പിതാവാം ദൈവം ഉയർത്തി അവനെ പ്രദർശിപ്പിച്ചു. അവങ്കിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ മുഖം പ്രകാശിതമായി. അതാണ് ആരംഭം. അങ്ങനെയാണ് നാം തേജസ്സിലേക്ക് പ്രവേശിക്കുന്നത്. പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവംശത്തിന്റെ തേജസ് മടക്കി ലഭിക്കണമെങ്കിൽ നീതിസൂര്യനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കണം. ക്രിസ്തുവിലേക്ക് നോക്കാതെ ആർക്കും പ്രകാശം ലഭിക്കത്തില്ല. ഇവിടെ പകൽ സമയം ഉദിച്ചു വീഴുന്ന സൂര്യൻ അത് എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. അതിനകത്ത് ഒരു ജാതിയെന്നോ മതമെന്നോ മറ്റുള്ളതല്ല. പിന്നെ സ്ഥലങ്ങളുടെ വ്യത്യാസമനുസരിച്ച് അതിന്റെ ചൂടിന് ഏറ്റക്കുറച്ചിൽ കാണും. ഭൂമധ്യരേഖയും ധ്രുവപ്രദേശങ്ങളും ഒക്കെ ഉള്ള വ്യത്യാസം കാണും. പക്ഷെ സൂര്യൻ തന്നെയാ. അതിന്റെ വെളിച്ചം, അതിന് മാറ്റമില്ല. അതിന്റെ പ്രത്യേകതയുള്ള സ്ഥലങ്ങൾക്ക് മാത്രമേ ചൂടുള്ള വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ എന്നതുപോലെ ക്രിസ്തുവിലേക്ക് അടുത്തു വരുമ്പോഴാണ് ഒരു ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സകല മനുഷ്യരെയും ജീവിപ്പിക്കുന്ന നീതിസൂര്യനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ, അവങ്കിലേക്ക് നോക്കിയപ്പോൾ നാം എന്തായി തീർന്നു? പ്രകാശിതരായി തീർന്നതിന്റെ അർത്ഥം നമ്മുടെ പാപം മാറ്റപ്പെട്ടു. ദൈവം നമുക്ക് തേജസ് തന്നു. തേജസ്സിന്റെ മുഴുവൻ തേജസ്സല്ല തന്നെ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. അപ്പോൾ തേജസ് വരുന്നത് നാം അവങ്കിലേക്ക് നോക്കിയപ്പോൾ, രക്ഷ പ്രാപിച്ചപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ,
ദൈവവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്തൃമേശ അനുഭവിപ്പാനുള്ള യോഗ്യതയിലേക്ക് വന്നപ്പോൾ നമുക്ക് 30 മേനി എന്ന നിലവാരത്തിലേക്ക് വന്ന് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെയായി രക്ഷിക്കപ്പെട്ട് ദൈവിക തൃത്വനാമത്തിലുള്ള വിശ്വാസ സ്നാനമേറ്റ് ദൈവത്തെ ആരാധിക്കുന്നതോടുകൂടിയുള്ള ബന്ധത്തിൽ വന്ന് കൂട്ടായ്മ കൂടി അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്ന് തുടങ്ങുന്ന കാലത്തെയാണ് ഈ പറയുന്ന രക്ഷയുടെ 1-ാം ഘട്ടം എന്ന് പറയുന്നത്. അത് എല്ലാ മനുഷ്യർക്കും പ്രാപിച്ചെടുക്കാമെന്നാണ്. 30 മേനിയാണ്. ദൈവത്തിലേക്ക് നോക്കി തേജസ് പ്രാപിച്ച നാം ഇന്നും അതേ അനുഭവത്തിലായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ എത്ര നാൾ മുമ്പ് സ്നാനപ്പെട്ടാലും ഇന്നും ആ പഴയ രീതിയിലായിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വചനങ്ങൾ എടുക്കപ്പെടാൻ കഴിയത്തില്ല. 30 മേനിക്കാർ ലോകത്തുനിന്ന് മണ്ണം മുഖാന്തരം മാറ്റപ്പെടുമ്പോൾ അവരുടെ ആത്മാക്കൾ മാറ്റപ്പെടുന്നത് സമുദ്രത്തിലേക്കുള്ള മണ്ണാന്തരയിലേക്കാണ് പോകുന്നത്. അത് വെളിപ്പാട് 5-13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്ന ബന്ധത്തിൽ അപ്പോൾ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന സൃഷ്ടികളുള്ള സ്ഥലത്തേക്കാണ് മരണാനന്തരം ദൈവത്തെ ആരാധിക്കുന്ന ആത്മാക്കൾ പ്രവേശിപ്പിക്കപ്പെടുന്നത്. സ്വർഗം എന്ന് പറഞ്ഞ പരദീസയിലേക്കാണ്. പരദീസയിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടികൾ, ഇത്രയും സ്ഥലങ്ങളാണ് ദൈവിക ആരാധനയുള്ള ബന്ധത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പരദീസ, ഭൂമി, ഭൂമിക്ക് കീഴിൽ അഥവാ യാഗപീഠത്തിന് കീഴിൽ സമുദ്രം, പിന്നീട് പാതാളം, നരകം. പാതാളവും മരണവും പറഞ്ഞാൽ പാതാളവും നരകവും നിന്നെ സ്തുതിക്കുന്നില്ല. മരിച്ചവരും മൗന തിരിങ്ങിയത് ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മള് മരിച്ചവരായിരുന്നു, മൗനതയിലായിരുന്നവരായിരുന്നു, മിണ്ടാത്തവരായിരുന്നു, ദൈവത്തെ സ്തുതിക്കാത്തവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ മുഖം പ്രകാശിതമായി സന്തോഷത്തിൽ ആരാധന തുടങ്ങി. അവരുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ മൗനതയിൽ നമ്മളെ മാറ്റി നമുക്ക് കർത്താവിന്റെ കൃപയാൽ 30 മേനിയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ പേര് വീണ്ടും ജീവപുസ്തകത്തിൽ വെളിപ്പെട്ടു. നിക്കോദേമോസിനോട് യേശു പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിത്യജീവനാണ്. അപ്പോൾ ദൈവരാജ്യവും ദൈവസഭയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ദൈവസഭ അല്ല, എന്നാൽ ദൈവരാജ്യത്തിലുള്ളതാണ് ദൈവസഭ. കർത്താവ് സുവിശേഷം അറിയിച്ചപ്പോൾ അവൻ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങി. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയുന്നപ്പോൾ ദൈവരാജ്യം ഒരു ദേശമാണ്. അപ്പോൾ അതിലേക്കുള്ള അത് പൊതുവാന ഭൂമിയുള്ള ബന്ധത്തിലാണ് ദൈവരാജ്യം നിലനിൽക്കുന്നെങ്കിൽ അതിലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗീയ തേജസ്സുള്ള പുത്തനാമിരശ്ശേമിനെ കുറിച്ചാണ് നമ്മള് 60 മേനിയോടുള്ള ബന്ധത്തിലും 100 മേനിയോടുള്ള ബന്ധത്തിലും മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ 30-60 മേനിയോടുള്ള ബന്ധത്തിൽ 30 മേനിയോടുള്ള ബന്ധത്തിൽ 60 മേനിയോട് 100 മേനിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിൽ പഴയ നിയമവിശ്വാസികളുമുണ്ട്, പുതിയ നിയമവിശ്വാസികളുമുണ്ട് എന്ന് പറയാം. ദൈവരാജ്യത്തിൽ പഴയ നിയമവിശ്വാസികളുമുണ്ട്, പുതിയ നിയമവിശ്വാസികളുമുണ്ട്. എന്നാൽ ദൈവസഭയ്ക്കകത്ത് പഴയ നിയമവിശ്വാസികളില്ല. ദൈവരാജ്യത്തിൽ അകത്താണ് ദൈവസഭ. ദൈവസഭയ്ക്കകത്ത് പഴയ നിയമവിശ്വാസികളില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ പഴയ നിയമവിശ്വാസം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭൂമിയിൽ നടക്കാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ കിഴക്കെന്നും പടിഞ്ഞാറെന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും. ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കും. ദൈവരാജ്യത്തിൽ പഴയ നിയമവിശ്വാസികളുണ്ട്, പുതിയ നിയമവിശ്വാസികൾ ഉൾപ്പെടുന്നതാണ് ദൈവരാജ്യം. എന്നാൽ ദൈവസഭ എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയ്ക്കകത്ത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചവർ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് എല്ലാവരും വിടുതൽ പ്രാപിക്കുന്നത്. അങ്ങനെയാണ് അവര് എല്ലാവരും ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരമാണ് ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ് പഴയ വിശുദ്ധന്മാരും വിടുതൽ പ്രാപിച്ചത്. അപ്പൊ അവരോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യം നിലനിൽക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ അകത്ത് നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന നിലവാരത്തിലേക്ക് നാം കാണുമ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് ലേക്ക്
വിളിക്കപ്പെടുന്നതിൽ സഭയുണ്ട്. അതുപോലെ പഴയ നിയമത്തിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരുണ്ട്. പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിലുള്ള ആൾക്കാരുമുണ്ട്. അതാണ് പുത്തനാമ വിഷയമായിട്ട് വെളിപ്പെടുത്തി വരുന്ന. അതിന്റെ അകത്ത് ഇവിടെ പുതിയ വിഷയങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ അകത്ത് ഉള്ള ഭാഗങ്ങളുടെ ബന്ധത്തിൽ അതിൽ തന്നെ 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ശിശുക്കളെ പോലെ നിത്യയോഗ്യതയുള്ള എല്ലാ ആൾക്കാരും പൊതുവാന ഭൂമിയോടുള്ള ബന്ധത്തിൽ അവര് 30 മേനിയിലേക്കാണ് വരുന്നത്. ഞാൻ അതേക്കുറിച്ച് മാത്രം ഇന്ന് രാത്രി ചിന്തിക്കാം. 30 മേനിക്കാരെ കുറിച്ച് മാത്രം. ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അവിടുന്ന് നമ്മള് അവരുടെ രാജ്യത്തിന്റെ പ്രവേശം ധാരാളമായി പ്രാപിക്കുന്നതിനെയാണ് 60 മേനി 100 മേനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 30 മേനിക്കാര് ഭൂമിയിൽ സഭയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ ശിശുക്കളായിട്ടുള്ളവരുണ്ട്. പഴയ നിയമവിശ്വാസത്തിൽപ്പെടുന്നവരുണ്ട്. അവരിന്നും ഭൂമിയിലുണ്ട്. അപ്പൊ അങ്ങനെ മനസാക്ഷി ജീവിക്കുന്ന അനേകരുണ്ട്. അവരെ ആരെയും ദൈവം തള്ളിക്കളയത്തില്ല. അപ്പൊ അവർക്കെല്ലാം ഒരേ നിലവാരത്തിലാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശിശുക്കളെ പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മതത്തിലോ ഭാഷയിലോ വംശത്തിലോ ഉണ്ടെങ്കിൽ, ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ സന്ദേശം അറിഞ്ഞിട്ട് അവനെ അവഗണിക്കാതിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് നിത്യജീവൻ കൊടുക്കുമെന്നുള്ളത് ഇവിടെ ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. അനുപൂർവമായിട്ട് ആരെങ്കിലും യേശുവിനെ വേണ്ട എന്ന് തള്ളിക്കളഞ്ഞാൽ ലഭിക്കത്തില്ല. പിന്നീട് ദൈവം അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചാണ് അവർക്ക് ന്യായം വിധിക്കുന്നത്. ദൈവത്തെ ഇടിക്കുന്ന കാര്യമാണ്. ഒരു സുവിശേഷ മുഖാന്തരമാണ് രക്ഷ ഉണ്ടാകുന്നത്. ഒരു സുവിശേഷത്തെ അവഗണിച്ച് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിലായിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പാപത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. പിന്നീട് ദൈവമാണ് വിധിക്കുന്നത്. നീതി വിധിക്കപ്പെട്ടോ എന്താണെന്നുള്ളത് ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണത് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാതെ മരിച്ചുപോയ, അല്ലെങ്കിൽ ഇപ്പോഴും കേൾക്കാതെ മരിച്ചു പോകുന്ന എല്ലാവരെയും നരകാത്തിലേക്ക് പോകുമെന്നല്ല വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ നിലവാരം എന്താണെന്ന് നോക്കി ദൈവം അവരെ ന്യായം വിധിപ്പാട്ടടിയാത്തീരും എന്നുള്ളത് കൊണ്ട് രാത്രിയിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആരെങ്കിലും ശിശുക്കളെ പോലെ ഉണ്ടെങ്കിൽ, ഒന്നും അറിയാത്തവരെ പോലെ, അഥവാ നമുക്കറിയാതെ നന്മയും തിന്മ അറിയാത്ത അവരെ പോലെ ജീവിക്കുന്ന ഒരുപാട് ഭൂമിയിൽ ഉള്ളവരുണ്ട്. നമുക്കറിയാം, ഭൂമി ജനിക്കുമ്പോൾ തന്നെ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് യേശുവിനെ സ്വന്തം വിശ്വാസിക്കാൻ കഴിയത്തില്ല. അവരെയൊന്നും കർത്താവ് നിത്യത്തെ തള്ളിക്കളയത്തില്ല, ദൈവത്തെ തള്ളിക്കളയത്തില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെ ഒന്നും ദൈവം നരകാക്തിയെ തള്ളിക്കളയത്തില്ല. അപ്പൊ അത് നമ്മുടെ കഥ പറഞ്ഞത്, ചെടിനെയും കുരുടനെയും ഓമനെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്? ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത് പറയുക. അപ്പൊ അങ്ങനെ ലോകത്തിൽ ഒരു നന്മയും അനുഭവിക്കാതെ ഉള്ളവരെ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം ആ ദൈവത്തിന്റെ നീതിയുള്ള പ്രകാരം അത് ചെയ്തെടുക്കുവാൻ സാധിക്കും. കൃപയാൽ നമ്മൾ കുരുടരായിരുന്നു, കണ്ണു കാണാത്തവരായിരുന്നു, അന്ധരായിരുന്നു, ശാരീരികമായിട്ടുള്ള കുഴപ്പമൊന്നും അല്ല എങ്കിലും ആത്മീയത്തിൽ എല്ലാവരും ചികടരും ബധിരരും ഊമനും ഒക്കെ ആയിരുന്നു. കൃപയാൽ ക്രിസ്തുവിന്റെ സന്ദേശം യേശുവിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ കൈകാലുകൾ നെവരുവാനിടയാത്തുന്നത്. ക്രിസ്തുവിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിച്ച് അതുവരെ ബലഹീനമായി ചങ്ങലക്കിട്ട് കിടക്കുകയായിരുന്നു. യേശുവിലേക്ക് നോക്കിയപ്പോൾ സ്വതന്ത്രമായി അങ്ങനെ ഒരു വീണ്ടും ജനനമുണ്ടായി. ആ വീണ്ടും ജനിക്കപ്പെട്ട അവസ്ഥയാണ് 30 മേനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെ ഉണ്ടായിരിക്കും 30 മേനിക്കാർ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുകയും ജനനവും മരണവും നിലനിൽക്കുന്ന കാലം വരെ 30 മേനി നിലവാരത്തിലുള്ളവരുണ്ടായിരിക്കും. ഞാൻ വിചാരിക്കുന്ന അത് സംശയമില്ലെന്നുള്ളത്. അപ്പൊ 30 മേനിയിൽ എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെ, അതിന്റെ അർത്ഥം 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടുള്ള അവസാന ദിവസം വരെ ലോകത്തിൽ ജനനവും മരണവും ഉണ്ട്. ഇതൊക്കെ സംശയമുണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ മരണമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ദയവായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ 65 അധ്യായം വായിച്ചാൽ മതി. അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ആയുഷ്വതയ്ക്കകത്ത് കാണത്തില്ല എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആയുസ് എന്ന് വൃക്ഷത്തിന്റെ ആയുസ്സായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം അവിടെ കൂട്ടിക്കൊഴിച്ച് പഠിക്കുന്നതുകൊണ്ട് സംശയങ്ങൾ മാറിപ്പോകുന്നില്ല. 1000 ആണ്ട് വാഴ്ചയിൽ മരണമില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കരച്ചിലും നിലവിളിയും ഒക്കെ ഉണ്ടാകില്ല, മരണം മാറിപ്പോകത്തില്ല. മരണം മാറിപ്പോകുന്നത്
1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഒടുക്കത്തെ നാളിൽ സാത്താനെ എന്നേക്കുമായി നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നവരെ പാപവും മരണവും ലോകത്തിൽ ഉണ്ടായിരിക്കും. അത് ഭൂമി ഉണ്ടായിരിക്കും. എന്നാൽ ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുന്നതോട് കൂടിയാണ് ഇവിടെ മരണം ഇല്ലാതെ സംഭവിക്കുന്നത്. ഒടുക്കത്തെ നാളിൽ ആകുന്നു. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ മരണമുണ്ടാകുമോ, അല്ലെങ്കിൽ അന്ന് യേശുവിടെ ഭരിക്കുമ്പോൾ മരണമില്ലാത്ത ഒരു കാലഘട്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ അല്ല എന്നാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനത് തെളിവിനായി വായിക്കുന്നത്. പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എന്റെ സംശയം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ 65-ാം അധ്യായം വായിക്കുന്നത്. കാരണം 30 മേനിയെ കുറിച്ചുള്ളതും നിത്യജീവനെ കുറിച്ചുള്ളതും സമുദ്രത്തിലെ മണ്ണാന്തരെ കുറിച്ചുമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് എന്നും പലർക്കും തെറ്റിദ്ധാരണകളും അത് ദുരുപദേശമായിട്ടും ഒക്കെ പലരും ചിന്തിച്ചു പോകാറുണ്ട്. കാരണം സാധാരണ രീതിയിൽ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ ദുരുപദേശമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട്. അതൊക്കെ എന്റെ പ്രധാന വിഷയം 1000 ആണ്ട് വാഴ്ചയിൽ മരണമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ അവിടെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. അങ്ങനെ സംശയം മാറി ചിന്തിക്കുവാൻ യേശു കർത്താവ് ലോകത്തിൽ വന്ന് സംസാരിച്ചപ്പോഴും അന്നത്തെ സാഹചര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ യേശു ദുരുപദേശക്കാരനായി അവരുടെ മുമ്പിൽ മാറി. അവരുടെ മുമ്പിൽ യേശുവിനെ നീചനായി അവർ ദുഷ്ടനായി ചിന്തിപ്പാടെ തന്നു. ദൈവമായിട്ട് ബന്ധമില്ലാത്തവരുടെ മനസ്സിലായി. അപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവര് തെറ്റുകാരായി മാറും. അത് കുഴപ്പമില്ല. പക്ഷെ ഇന്നതുകൊണ്ട് കർത്താവ് തന്റെ പ്രസംഗം നിർത്തിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിന് പങ്കെടുക്കുന്നില്ലെങ്കിലും, ആരും വരുന്നില്ലെങ്കിലും, ഒരൊറ്റ മനുഷ്യൻ പോലും കേൾക്കുന്നില്ലെങ്കിലും, ദുരുപദേശമെന്ന് മുദ്ര കുത്തിയാലും, അത് ആരെങ്കിലും യൂട്യൂബിൽ കേട്ടിട്ട് ദുരുപദേശം മുദ്ര കുത്തിയാലും ദൈവം എന്നെ തന്നിരിക്കുന്നവർക്ക് ഞാൻ തുറന്നുകൊണ്ടേ. അത് ഞാൻ യേശു ക്രിസ്തുവിനോട് ഒരിക്കലും സമനാക്കിയതില്ല കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് കർത്താവ് പറഞ്ഞപ്പോൾ സമനാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരിക്കലും വചനത്തിന് സത്യത്തെ കുഴിച്ചു മൂടുവാൻ താല്പര്യപ്പെടുന്നില്ല. ആയിരങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട്, സ്വീകരിക്കാത്തത് കൊണ്ട് ഒരിക്കലും ദൈവം തന്നിരിക്കുന്ന സത്യവചനത്തിന്റെ പ്രസംഗം നിർത്തിക്കളയത്തില്ല. അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയും എഴുതുകയും ചെയ്യും. കാരണം അത് പബ്ലിഷ് ചെയ്യും, അത് വെളിപ്പെടുത്തും. അത് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട്. അതിനകത്ത് ഞാൻ പറയാൻ കാരണം പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത് തന്നെ ഇറങ്ങിപ്പോയവരുണ്ട്. ഉൽപ്പത്തി ദിവസം ഞാൻ ഒരു ക്ലാസ് എടുത്തപ്പോൾ ചിലരൊക്കെ കൂടി ഒറ്റ ക്ലാസ്സിൽ തന്നെ പിന്നെ അവർ കൂടിയിട്ടില്ല. എനിക്ക് മനസ്സിലായി അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്നുള്ളതാണ് കർത്താവ്. ഞാൻ പറഞ്ഞത് ബൈബിൾ ക്ലാസ് നിർത്തുവാന്നല്ല പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, മനസ്സിലാക്കിയെടുക്കാം. ഞാനത് പറഞ്ഞത് 1000 ആണ്ട് വാഴ്ചയിൽ മരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും അതിൻ്റെ സംശയമാണ്. അപ്പൊ അതുകൊണ്ട് 65-ാം അധ്യായം യെശയ്യാവിന്റെ 65-ാം അധ്യായം പഠിപ്പിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മരണമുണ്ടെന്നും ആ കാലഘട്ടത്തിൽ ഒരൊറ്റ മരണാന്തര നിലയിലുള്ള അല്ലെങ്കിൽ നിരീയന്മാരുടെ ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ എന്നുള്ളതും നമുക്കത് ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. യേശയ്യാവിന്റെ 65-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 18 മുതൽ ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിന്റെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. 19-ാം വാക്യം, കരച്ചിലും നിലവിളിയും അതിൽ കേൾക്കയില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ ഒരു വാക്ക് വള്ളി പുള്ളി മാറാതെ പഠിക്കണം. അതിന് 21-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 21-ാം അധ്യായം 4-ാം വാക്യം, ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. അപ്പോൾ ഒന്നാമത്തത് കഴിഞ്ഞുപോയി. 1000 ആണ്ട് വാഴ്ചയിൽ ഒന്നാമത്തത് കഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമി പ്രത്യക്ഷപ്പെടുന്നതോടുകൂടിയാണ് ഒന്നാമത്തത് കഴിഞ്ഞുപോയി നിത്യയുഗം ആരംഭിക്കുന്നത്. ഇവിടെ
രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 21-ാമത്തെ കമ്പാരിസൺ സ്റ്റഡിയാണ്, താരതമ്യ പഠനമാണ്. 21-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ 4-5 വാക്യങ്ങളിൽ ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണിനെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല. ഇനി മരണം ഉണ്ടാകില്ല എന്നാണ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഒടുക്കത്തെ നാളുടെ ന്യായവിധി എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പുതിയ ആകാശ പുതുഭൂമി കണ്ടതിന് ശേഷമാണ് പറയുന്നത് ഇനി മരണമുണ്ടാകില്ല, ഇനി മരണമുണ്ടാകിയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. എന്നാൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് യെശയ്യാ പ്രവചിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒന്നിനോട് ബന്ധപ്പെട്ട കിടക്കുന്നത്. പക്ഷേ ശ്രദ്ധിച്ചു വായിച്ചില്ലെങ്കിൽ ഇവിടെ വചനത്തിന് ഉണ്ടാകുന്ന അന്തരം മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് രണ്ടും ഞാൻ വായിപ്പിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കിയിട്ട് 65-ാമത്തെ 20-ാം വാക്യം അതിന്റെ 19-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത് ജനത്തെക്കുറിച്ചും ഞാൻ യേശുവിനെ കുറിച്ച് സന്തോഷിക്കുകയും ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല, ഇനി അതിൽ കേൾക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പൊതുവ ഭൂമിയോടുള്ള ബന്ധത്തല്ല പറഞ്ഞിരിക്കുന്നത്, 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കരച്ചിലും നിലവിളിയോടെ മരണം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല, കരച്ചിലും നിലവിളിയും ഇനി ഉണ്ടാകുകയില്ല. തുറന്നു വായിക്കാം. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. മരണമുണ്ടോ 1000 ആണ്ട് വാഴ്ചയിൽ? ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറയാം. മരണമുണ്ടോ? തുറന്നു വായിക്കാം. ഉണ്ട്. തുറന്നു വായിക്കാം. ഇങ്ങനെ വായിക്കുന്നത് പാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും എന്ന് പറഞ്ഞാൽ ബാല്യപ്രായത്തേക്ക് വരുമ്പോഴാണ് ഭാവിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും എന്ന് പറഞ്ഞാൽ ശൈശവപ്രായം കഴിഞ്ഞ് ദൈവം ആയുസ് കണക്കാക്കുന്നത് ഇന്നത്തെ ഏകദേശം 12 വയസ്സാണെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ അത് 100 വയസ്സാണ്. 100 വയസ്സാണ്. ഇപ്പോഴത്തെ നമ്മുടെ ബാല്യപ്രായം എന്നൊക്കെ പറയുന്നത് 12 വയസ്സോട് അടുത്തുള്ള ബാല്യപ്രായം. യേശു ക്രിസ്തുവിന്റെ 12 വയസ്സായപ്പോൾ ബാല്യപ്രായത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഒരു മനുഷ്യനെ ദൈവം ബാല്യപ്രായത്തിൽ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ 1000 ആണ്ട് വാഴ്ചയിൽ ബാല്യപ്രായം എന്ന് പറയുന്നത് ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും, ഭാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവരും. ഉണ്ടോ? ആ വചനം മനസ്സിലേക്ക് എടുക്കാൻ വേണ്ടി ആ പ്രവാചകനെ കൊണ്ട് അങ്ങനെ പ്രവചിച്ചിരിക്കുന്നു. അപ്പം 100 വയസ്സ് വരെ ഉള്ള ശൈശവ മരണത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന അവസ്ഥയിൽ ശൈശവ മരണം കാണുകയില്ലെന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഇവിടെ മരണത്തെ കുറിച്ച് പൊതുവായി പറഞ്ഞിരിക്കുന്നത് ശൈശവ മരണത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. 100 വയസ്സ് വരെ ജീവിച്ചിട്ട് പാപം ചെയ്യുന്ന അനുഭവത്തിലാണ് കർത്താവ് ഇവിടെ ഭരിക്കുന്നതുകൊണ്ട് അവൻ മരിക്കും, മരണമുണ്ടാകും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെ വരും. ഉണ്ടോ? അന്ന് ജീവിക്കാൻ പറ്റുന്ന സമയമാണ്. അന്നും ഈ ബാല്യപ്രായമാകുമ്പോൾ 100 വയസ്സാകുമ്പോൾ അവൻ പാപം ചെയ്യുകയാണെങ്കിൽ അവൻ മരിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരിക്കും അങ്ങനെയുള്ള എല്ലാവരും കൊന്നു പറഞ്ഞതല്ല. അപ്പോ ആ ഒരു ബാല്യപ്രായത്തിലേക്ക് വരുന്ന ഏകദേശം 100 വയസ്സുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വരികയുള്ളൂ. അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം 1000 ആണ്ട് വാഴ്ചയിലെ വിഷയമാണ്. പൊതുവാന ഭൂമിയിലെ കാര്യമല്ല. അന്ന് വീട് പണിയണ്ട, അന്ന് നമ്മൾ പട്ടണം പണിയണ്ട, അതൊക്കെ ദൈവത്തിന്റെ പണികളാണ്. പൊതുവാന ഭൂമി ദൈവത്തിന്റെ പണിയാണ്. തന്നെ മനുഷ്യൻ ദൈവത്തിന്റെ പണിയാ. അന്ന് കൃഷിയല്ല, കാര്യങ്ങളൊന്നുമില്ല. അതേക്കുറിച്ച് ദൈവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ വീട് പണിയും 1000 ആണ്ട് വാഴ്ചയിൽ അന്ന് കൃഷി ഉണ്ടായിരിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പണിക മറ്റൊരുത്തൻ പാർക്കുക എന്ന് വരികയില്ല, അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. വൃക്ഷത്തിന്റെ ആയുസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മനുഷ്യൻ പാവം ചെയ്യുന്നതിന് മുമ്പ് ദൈവന് കൊടുത്ത നിത്യ ആയുസ്സായിരുന്നു. പാവം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആധുനിക വംശത്തിന്റെ ആയുസെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏകദേശം 1000 വർഷത്തോട് ബന്ധത്തിലുള്ള വൃക്ഷത്തിന്റെ ആയുസായിരുന്നു കൊടുത്തിരുന്നത്. വൃക്ഷ ആയുസാണ് ഏകദേശം 1000 അടുത്ത വർഷം. 969 വയസ്സുള്ള മെഥുശലേഖനെ കുറിച്ചാണ് ഏറ്റവും ആയുസ് ദീർഘമുണ്ടായിരുന്ന മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1000 വർഷം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ ജനത്തിന്റെ ആയുസ് വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ബലം അനുഭവിക്കും. അവർ അധ്വാനിക്കുകയില്ല, അവർ തന്നെ പ്രസവിക്കുകയുമില്ല. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ അവരുടെ സന്താനം അവരോടുകൂടെ ഭരിക്കുകയും. ധാരാളം ചോദിച്ചാൽ വലത്ത് നിൽക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട് യഹോവയാൽ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണല്ലോ മഹത്വ സിംഹാസനം മുമ്പാകെ വാക്കത്താൽ രണ്ടാമത്തെ വരവെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും മഹത്വ സിംഹാസനം മുമ്പാകെ കൂട്ടിവരുത്തുമ്പോൾ ഇടത്തുള്ളവർ ശവിക്കപ്പെട്ടവരായി ദൈവത്തെ ജീവനോടെ നിത്യനരകത്തെ തള്ളിക്കളയും. അത് ജീവനോടെ അതിനായിരിക്കുകയാണ്. എന്നാൽ അന്ന് വലത്ത് നിൽക്കുന്നവരെ അനുഗ്രഹിക്കപ്പെട്ടതായി എന്റെ പിതാവ് ഒരുക്കിയിരിക്കുന്ന ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരെയാണ് അനുഗ്രഹിക്കപ്പെട്ടവരായി പറഞ്ഞിരിക്കുന്നത്. വലത്ത ഭാഗത്ത് നിൽക്കുന്നവരെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇടത്തും വലത്തും നിർത്തണേനാണ് പലരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവമക്കൾ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. നമ്മൾ ഒരിക്കലും ഇടത്തും വലത്തും കർത്താവ് വന്ന് ഞാനതേക്കുറിച്ച് പാടുന്നൊന്നുമില്ല. പലരും ഇന്നും പാടുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാ പഠിപ്പിക്കുന്നത്. മനസ്സിന്റെ മഹത്വം കുതിക്കുമ്പോ വലത്ത് ഭാഗത്ത് നിർത്തമായിരിക്കും പാടുന്നത്. അവര് പാടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വലത്ത് ഭാഗത്ത് നിർത്താൻ വേണ്ടിയല്ല. നമ്മളെന്താ മനസ്സിലാക്കിയത്? നാം പിതാവിന്റെ പുത്രനാണ് ക്രിസ്തുവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അധികാരമുള്ളവരായി തന്റെ മണവാട്ടിയാക്കി എടുക്കാനുള്ള. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വചനം അസ്ഥാനത്ത് ഉപയോഗിക്കരുത്. ഓരോ കാര്യങ്ങളോട് ബന്ധത്തിലാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ യേശുക്രിസ്തുവിനോട് നമ്മളും മഹത്വ സിംഹാസനത്തിൽ ഇരിക്കാനുള്ളവരാണ്. നമ്മൾ വിധികർത്താക്കളായ യേശുവിനോട് കൂടി ഇരിക്കാനുള്ളവരാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അല്ലാതെ വലത്ത് നിൽക്കുന്ന ചെമ്മരിയാഴയുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി അന്ന് ചേർക്കപ്പെടുന്ന കൂട്ടത്തിലല്ല മണവാട്ടി സഭ ഉണ്ടായിരിക്കുന്നത്. ഇനി പറഞ്ഞാട്ട് ആരാ യഥാർത്ഥ സഭ? ആരാണ് യഥാർത്ഥ സഭ? വലത്ത് ഭാഗത്ത് നിൽക്കുന്നവരാണോ അതോ മണവാളന്റോട് കൂടെ മണവാട്ടി സിംഹാസനിക്കുന്നവരാണോ യഥാർത്ഥ സഭ? ഏത് സഭയാണ്? ഏതാണ് സഭ? പൗരാണികത പറയുന്നവരുണ്ട്, പാരമ്പര്യം പറയുന്നവരുണ്ട്. ഞങ്ങൾ ഏതാണെന്നൊക്കെ പറയുമ്പോൾ ഇന്നും തിരിച്ചറിവില്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിപ്പിക്കുന്ന ദൈവസഭ മണവാട്ടി സഭ ഒരിക്കലും ഈ പറയുന്ന വലത്തുഭാഗത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ചെമ്മരിയാട് കൂട്ടത്തിൽപ്പെടുന്നവരല്ല. പടയാക്കി അത് കർത്താൻ രണ്ടാമത്തെ വരവെങ്കിൽ അന്ന് ജീവനോടിരിക്കുന്ന സകല മനുഷ്യരെയും കൂട്ടിവരുത്തുമ്പോൾ അവരിൽ ഇടയൻ ആടുകളെ തരംതിരിച്ച് കോലാടുകളെ തന്റെ ഇടത്തും ചെമ്മരിയാടുകളെ വലത്തുമാക്കി നിർത്തും. അന്ന് അവർ ചെയ്യുന്ന നീതിമാന്മാർക്ക് വേണ്ടി, അന്ന് കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് ചെയ്യുന്ന നന്മ പ്രവൃത്തിയാണ് അവരുടെ നീതീകരണമായി കണക്കാക്കി കർത്താവ് കുടിക്കാൻ വെള്ളം തന്നു, വസ്ത്രം തന്നു എന്നവർ ചോദിക്കുന്നത്. അതിനുള്ള ബന്ധത്തിലാണ് ദൈവനാമത്തിൽ നിൽക്കുന്നവരെല്ലാവരും ഭയക്കപ്പെടും. സുവിശേഷം അനുസരിക്കുന്നവരെ കൊന്നുകളയുന്ന രീതിയായിരിക്കും. വലിയ കഷ്ടതയുടെ സമയമായിരിക്കും. യഹൂദൻ യഥാർത്ഥമായി യഹൂദൻ എന്നുള്ള നിലയിൽ നിൽക്കുന്നവർക്കും സുവിശേഷത്തിൽ നിൽക്കുന്നവർക്കും വലിയ കഷ്ടതയുടെ വലിയ കാലഘട്ടത്തിലും മനസാക്ഷ്യ മുഖാന്തരമായി അന്ന് സുവിശേഷത്തിന്റെ സാക്ഷികളായിരിക്കുന്ന അവസാന ഗുരുതന്മാരെയും യഹൂദ ജനതയും കരുതുന്നവരെയാണ് ദൈവം വലഭാഗത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നിർത്തുന്നത്. അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഇവിടേക്ക് പ്രവേശിക്കപ്പെടുന്നത് എന്നുള്ളതും നമുക്ക് അതിനുള്ള മതത്തിൽ ദൈവം വെച്ചാൽ കാല സംഭവങ്ങൾ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇത് സംബന്ധമായ കൂടുതൽ വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നുണ്ട്. ദൈവം വെച്ചാൽ ഈ ദൈവിക പ്രത്യക്ഷതകൾ എന്നുള്ള പുസ്തകം കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് ഞാൻ ദൈവ ആത്മാവിൽ ആഗ്രഹിക്കുന്നത്. അന്ത്യകാല സംഭവങ്ങളുള്ള ബന്ധത്തിലുള്ള പഠനം ആവശ്യമാണ്. അന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത് ഉള്ള ബന്ധത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിജയിച്ചെടുക്കുവാൻ സാധിക്കും. ഇന്നൊരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് വായിച്ചെടുക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്ത മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഒരു സൂചന തരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കപ്പെടുന്നത് പിതാവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹത്വ സിംഹാസനത്തിന് മുമ്പ് നിൽക്കുന്ന വലതു ഭാഗത്തോടെ പ്രവേശിക്കുമ്പോൾ അവർ സാധാരണ മനുഷ്യരാണ്. അവർക്ക് ജനനമുണ്ട്, മരണമുണ്ട്. അതുകൊണ്ട് അവർ വയ്ക്കുന്നത് ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 100 വയസ്സുള്ളവർ അവർ എന്ത് ചെയ്യും? ഭാവിയായിട്ട് തന്നെ മരിക്കും എന്നാ പറയുന്നത്.
കണക്കാക്കണമെന്നാണ് പറയുന്നത്. ഇനി തുടർന്നിരിക്കുന്നത് അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അപ്പോൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ എന്നതിന്റെ അർത്ഥം ഈ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവരാണ് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ സന്തതിയല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ വചനത്തെ നമുക്ക് മറ്റുള്ള രീതിയിൽ ബന്ധപ്പെടുത്താൻ പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ ഇതിന്റെ യഥാർത്ഥ കണ്ടന്റ് ഇതാണ്. ഈ കർത്താവിന്റെ 2ാമത്തെ വചനം നടക്കുന്ന സംഭവത്തോടെ തമ്മിലാണ് അനുകരിക്കുന്നത്. സന്താനമല്ലോ കഴിയും അവർ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന യഹോവ. ദൈവത്തിന്റെ സിംഹാസനം വിട്ടിരിക്കുന്ന വിശുദ്ധ നഗരമായിരിക്കുന്ന പർവ്വതമായിരിക്കുന്ന യെരൂശലേമിന്റെ അകത്തൊരു ദോഷമോ നാശമോ ഉണ്ടാകത്തില്ല. അവിടെ കരച്ചിലും നിലവിളിയും ഉണ്ടാകത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. ഒരിക്കലും പൊതുവാനുഭൂമിയിലെ കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുകയോ പടമരിച്ച് കാണിക്കുകയോ ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കത്ത് പോകരുതേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ചെന്നായും കുഞ്ഞാടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം 1000 ആണ്ട് വാഴ്ചയിൽ ഹിംസജന്തുക്കൾ കാണുകയില്ല. എല്ലാ മൃഗങ്ങളും അന്ന് സസ്യബുക്കുകളായി മാറും. ഞാൻ പറഞ്ഞല്ലോ, നോഹയുടെ കാലത്ത് പോലെ കാലം വരും എന്ന് പറയുമ്പോൾ നോഹയുടെ കാലത്തെ മൃഗങ്ങളെല്ലാം സസ്യബുക്കുകളായിരുന്നു. പെട്ടകത്തിൽ കയറിയ മൃഗങ്ങൾക്കൊന്നും തന്നെ സിംഹത്തിന് വേണ്ടി പ്രത്യേകിച്ചുള്ള ആടുകളെയോ മറ്റുള്ള മുന്നിനെ കയറ്റില്ല. അതെല്ലാവർക്കും കൊടുത്തിരുന്നത് ഒരേ ആഹാരമായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു അനുഭവത്തിലേക്ക് നോഹയുടെ കാലം പോലെ കാലം വരും എന്ന് പറയുമ്പോൾ ഒരർത്ഥം നോഹയുടെ കാലത്തിൽ അന്ന് മൃഗങ്ങളൊക്കെ എന്തായിരുന്നു? അവര് സസ്യബുക്കുകളായിരുന്നു. പെട്ടകത്തിൽ കയറിയത് അവിടെ കാണുന്നത് അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ആഹാരം ഒന്നും എന്ന് കരുതിയില്ല. 7 2 ഉണ്ടായിരുന്നുള്ളൂ. ഈ സിംഹത്തിനൊക്കെ ആടിനെയും അല്ലെങ്കിൽ മൃഗങ്ങളെ വേണമായിരുന്നെങ്കിൽ ഇത് തികയത്തില്ലായിരുന്നു. എന്നാൽ അവർക്ക് വേണ്ട ആഹാരം കൊടുത്തിരുന്നത് ഈ സാധാരണ എല്ലാ മൃഗങ്ങളും തിന്നുണ്ടായിരുന്നു. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ആ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞ ശേഷമായി ഇവിടെ കർത്താവ് മനുഷ്യന്റെ ആഹാര രീതി മാറ്റിയതിനു ശേഷമാണ് മൃഗങ്ങളുടെ ആഹാര രീതി മാറ്റപ്പെടുവാൻ. കാലാവസ്ഥ മാറി, ജീവിതശൈലി മാറിയപ്പോൾ ദൈവം അനുവദിച്ചു കൊടുത്തു. രക്തമൊഴിയെ കഴിച്ചുകൊള്ളാൻ പറഞ്ഞപ്പോൾ മനുഷ്യന്റെ ആഹാര രീതി മാറി. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ദൈവം ആഹാരം കൊടുത്തപ്പോൾ മൃഗങ്ങളും ഹിംസജന്തുക്കളായി മാറി. അത് എന്നുവരെ ഉണ്ടെന്ന് ചോദിച്ചാൽ കർത്താവ് തൻ രാജ്യത്ത് വിടുന്ന അന്ന് വരെ മനുഷ്യനെ കടിച്ചുകീറിക്കൊല്ലുന്ന ഈ കാട്ടുമൃഗങ്ങൾ വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരും. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. വനങ്ങൾ വർദ്ധിക്കും, കാട്ടുമൃഗങ്ങൾ വർദ്ധിക്കും. മനുഷ്യരിൽ 4-1 കൊന്നുകളയുന്ന ബാധയിന് ഒരു ബാധ കാട്ടുമൃഗങ്ങളായിരിക്കും. അപ്പോൾ സിംഹവും കാട്ടുമൃഗങ്ങളും ഉണ്ടായേ മതിയാകുള്ളൂ. അപ്പോൾ നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ വന്ന് കയറാനാ പറഞ്ഞെങ്കിൽ ഈ കർത്താവിന്റെ 2ാമത്തെ വരവിന് മുമ്പായി എതിർക്രിസ്തുവിന്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് 4 ബാധകൾ അയക്കുന്നതിനകത്ത് വാള്, ക്ഷാമം, കാട്ടുമൃഗങ്ങൾ, മഹാവ്യാധികൾ, ഈ 4 അയക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മനുഷ്യനെ കൊന്നുകളയും. അപ്പോൾ ഈ 4 ബാധകൾ മുഖാന്തരമായി മനുഷ്യൻ 4-1 മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വനവൽക്കരണം ഉണ്ടാകും. ഇവിടെ അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ ദൈവജനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി. പക്ഷെ നമുക്കതൊന്നും, അല്ലെങ്കിൽ ലോകം അറിയുന്നില്ല എന്താ അതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തി എന്നുള്ളത്. ദൈവജനത്തിന്റെ നിവൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ സാധാരണ പരസ്യങ്ങളും കുട്ടികളെ പ്രസംഗിക്കാറുണ്ട്. കാരണം സാധാരണ മനുഷ്യൻ മനസ്സാണ് എന്താണ് എന്ന് മനസ്സാണ്. വനവൽക്കരണം എന്തിനാ വേണ്ടിയാണ്? അപ്പൊ മനുഷ്യനേക്കാൾ കൂടുതൽ വില മൃഗങ്ങൾക്കാവുന്നത്. മൃഗങ്ങൾക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരികയാണ്. കാരണം മൃഗമാകുന്നവന്റെ ഭരണത്തിന്റെ സമയത്ത് ദൈവം അന്ന് മൃഗങ്ങളെ ഇറക്കും.
ഒരുത്തർക്കും നിയന്ത്രിക്കാൻ കഴിയത്തില്ല. കമ്പ്യൂട്ടറിനോ റോബോട്ടിനോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാകുന്ന മനുഷ്യനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന കാട്ടിലെ മൃഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ദൈവം അനുവദിച്ചു കൊടുക്കുന്ന വൈറസിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അന്നുണ്ടാകുന്ന ക്ഷാമത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അന്നുണ്ടാകുന്ന യുദ്ധങ്ങളെ അമർച്ച ചെയ്യുവാൻ കഴിയത്തില്ല. അതെല്ലാം ഇവിടെ തല ഉയർത്തി നിൽക്കുമെന്നുള്ളതും നാം മറന്നു കളയരുതെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും, എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്നും യഹോവ അരുളിച്ചത്. അപ്പോൾ ദൈവം 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ദേശീയമുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്ന് മരണമുണ്ട്, അന്ന് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് ബദ്ധശത്രുക്കളാ ചെന്നായും കുഞ്ഞാടും. പക്ഷെ അന്ന് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. പിന്നെ സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോലത്തിനും സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും എന്റെ വിശുദ്ധ പർവ്വതത്തിൽ. പിന്നെ കുട്ടികൾ കളിക്കുമെന്ന് മണലയുടെ ഒതുങ്കൽ കൈയിടുമെന്നും ഒക്കെ പറഞ്ഞ് ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയെന്നെല്ലാം പറയുമ്പോൾ ഞാൻ ഇവിടെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പഠിപ്പിക്കുകയല്ല മനസ്സിലാക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ, സഹസ്രാബ്ദ വാഴ്ചയിൽ മരണമുണ്ടെന്നുള്ള തെളിയിക്കാൻ വേണ്ടിയാണ് ചിന്തിച്ചത്. അതേക്കുറിച്ച് ഗഹനമായ രീതിയിൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട സമയമുണ്ട്. അതേക്കുറിച്ച് ദൈവം എഴുതിയിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ച് ഒന്നും പോകാൻ ആഗ്രഹിക്കുക. അപ്പൊ 1000 ആണ്ട് വാഴ്ചയിൽ മരണമുണ്ടോ? ഉണ്ട്. ആ മരിക്കുന്ന ആൾക്കാരെ എവിടെയൊക്കെയാ കൊണ്ട് വെക്കുന്നത് ചോദിക്കുമ്പോൾ അത് സ്വർഗത്തിൽ പർദീസയിലല്ല. പർദീസയുള്ള എല്ലാവരും അതിനു മുമ്പായി പുനരുത്ഥാനം പ്രാപിച്ചിരിക്കും. അവര് ഭൂമിക്ക് കീഴിലാണെന്ന്, യാഗപീഠത്തിന് കീഴിലാണെന്ന് വെച്ചാൽ അവിടെയല്ല. അവരും എന്ത് ചെയ്യും? പുനരുത്ഥാനം പ്രാപിച്ചിരിക്കും. എന്നാൽ പിന്നീട് അവിടെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ 5-ാമത്തെ 13-ാം വാക്യം വായിച്ചല്ലോ, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സൗന്ദര്യമുള്ള സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുന്ന സമുദ്രമാണ് അന്ന് ഉള്ളത്. ആ സമുദ്രം എന്നുള്ളത് ജീവവസ്തു പേരിലൂടെ ഉള്ളവരെയാണ് ആ സമുദ്രം സൂക്ഷിക്കുന്നത്. ഇവര് അവിടെ ആയിരുന്നില്ല. ലോകാരംഭത്തിൽ മരിച്ചുപോയ വിശുദ്ധന്മാരിൽ നിത്യയോഗ്യതയുള്ളവരെ നിയമിച്ചിരുന്നത് പർദീസയുടെ മീതെയുള്ള പാതാളത്തിലാണ് അവരെ വെച്ചിരുന്നത്. മീതെയുള്ള പാതാളത്തിൽ ആയിരുന്നു, അഥവാ പാതാളത്തിലായിരുന്നില്ല. അബ്രഹാമിന്റെ ഉള്ള ബന്ധത്തിൽ ഉള്ള മീതെയുള്ള പാതാളത്തിലായിരുന്നു. ഭക്തന്മാരെ വിടിവിച്ചുകൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് കയറിയപ്പോൾ അതിൽ നിത്യം യോഗ്യതയുള്ളവരെ ദൈവമാക്കിയ സ്ഥലമാണ്. സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന നിറവ്. സകലത്തെ നിറയ്ക്കുവാൻ വേണ്ടി യേശു എന്ത് ചെയ്തു? ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി ഭക്തന്മാരെ വിടിവിച്ചുകൊണ്ട് കയറിയ സമയത്ത് പുറക്കപ്പെട്ട 1-ാമത്തെ മണ്ണാന്റെ നിറവാതിൽ സമുദ്രമാണ് നിത്യ യോഗ്യതയുള്ളവർ. നിത്യ യോഗ്യതയുള്ളവരുടെ അവസ്ഥയിൽ വരുന്നവരെല്ലാം ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവസ്ഥിതി പേരിലൂടെ ഏരിയകളാണ് അതിൽ കാണപ്പെടുന്നത്. അവരുടെ നിലവാരം 30 മേനിയാണ്. അതേക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 30 മേനി എന്ന് പറയുന്നത് ഇനി അതിനെക്കുറിച്ച് സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 30 മേനി എന്നുള്ളത് നിത്യജീവന യോഗ്യതയുള്ളവരാണ്. അവരുടെ പേര് ജീവസ്ഥിതിയിലുണ്ട്. ശിശുക്കളെ പോലുള്ളവരാണ് അതിൽ വരുന്നത്. വീണ്ടും ജനിക്കുമ്പോൾ നാം തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. വീണ്ടും ജനിക്കാൻ വേണ്ടി യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം പറയുന്നു, അവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. തേജസ് പ്രാപിപ്പാൻ ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്, തേജസ് ഇല്ലാത്ത ലജ്ജയ്ക്കായ ഒരു കൂട്ടം എഴുന്നേറ്റ് വരുമാണ്. അതുകൂടി വായിക്കുമ്പോൾ എന്താണ് കർത്താവിലേക്ക് നോക്കുമ്പോൾ ഉള്ളതിനെ കുറിച്ച് ദാനിയേൽ പ്രവചിക്കുന്നത് എന്നതും കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. പ്രവചിക്കുന്ന ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായി ഉണരും. അപ്പോൾ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഒടുക്കത്തെ നാൾ നടക്കുന്ന പുനരുത്ഥാനത്തിൽ ചിലർ എഴുന്നേറ്റ് വരുന്നത്, എവിടെ എഴുന്നേറ്റ് വരുന്നത്? പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും 3 കൂട്ടരാണ് നിത്യജീവനായി ഉണരും. ഇന്ന് നോട്ട് ചെയ്തോണം. ഫിലിപ്പോസ് 5-ാം അധ്യായം 13-ാം വാക്യവും 20-ാം അധ്യായം കൂടെ വായിക്കുമ്പോൾ
സമുദ്രം തന്നോട് ഏൽപ്പിച്ചു കൊടുത്തു, പാതാളവും മരണവും തങ്ങളുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വചനം ഇവിടെ നമ്മള് വായിച്ചത് ബന്ധിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ രണ്ടാം വാക്യം, നിലത്തിലെ പൊടിയിൽ നിത്യകൊള്ളുന്ന പലരും ചിലർ നിത്യജീവനായി സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്ന നിത്യജീവനായും, ചിലർ ലജ്ജയ്ക്കായിട്ട് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, അതോ പാതാളം ഏൽപ്പിച്ച ലജ്ജയ്ക്കായിട്ടാണെങ്കിൽ നരകമാകുന്ന മരണം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ നിത്യ നിന്ദയ്ക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ നിത്യജീവൻ, ലജ്ജ, നിത്യനിന്ദ, കൊടുംഭാവികൾ, കൊടിയ ഭാവം ചെയ്തവർ നിത്യ നിന്ദയ്ക്ക് വേണ്ടി, ലജ്ജയ്ക്കായിട്ട് എഴുന്നേറ്റ് വീഴുന്നവർ. അതിന്റെ അർത്ഥം അവർക്ക് പുനരുത്ഥാനത്തിൽ തേജസ്സില്ലാത്തവരാ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാത്തവരാ, ആ ദൈവത്തിലേക്ക് നോക്കി ശിശുക്കളെ പോലെ തീരുന്ന വീണ്ടും ജന്മം പ്രാപിച്ചവർ. അവർ എഴുന്നേറ്റ് വരുന്നത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിലാണ്. അന്ന് അവർ നിത്യജീവനായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് ലജ്ജയല്ല, നിത്യനിന്ദ അല്ല ഉള്ളത്. നിത്യജീവന്റെ പുസ്തകത്തിൽ പേരുള്ളതുകൊണ്ട് അവർക്ക് അന്ന് ലഭിക്കുന്നത് ഭൗമിക തേജസ്സായിരിക്കും. കുരുന്നിലാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത്, തേജസ്സിനെ കുറിച്ച് പറയുന്നത് ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. അപ്പോൾ ഭൗമിക ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ഭൗമ ശരീരങ്ങളുടെ തേജസ്സോടുകൂടി ദൂതതുല്യരായി 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നവരെയാണ് ഇവിടെ നിത്യജീവനായി എഴുന്നേറ്റ് വരുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ലഭിക്കുന്നത് സ്വർഗീയ തേജസ് അല്ല, ലഭിക്കുന്ന ഭൗമിക തേജസ്സാണ്. അവർ ലജ്ജ മാറി കർത്താവിലേക്ക് നോക്കി നീതി എന്ന അങ്കി ദൈവം രക്ഷ എന്ന വസ്ത്രം, രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചു എന്നാണ് യേശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നത്. രക്ഷാ വസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി സ്ഥാനത്തോട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ നാം നമ്മളെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നു. ലജ്ജ മാറ്റി ഇതുവരെയും പാപമാകുന്ന ആ രോഗം മുഖാന്തരമായി മരണത്തിലാണെങ്കിൽ, ആ പാപം മരണത്തിലാണെങ്കിൽ രക്ഷപ്പെടുവാൻ കർത്താവിലേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഒരുപക്ഷെ നമ്മുടെ ഈ വചനം നമ്മുടെ ഭൗമിക ജീവിതത്തോട് ബന്ധം ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ഉണർന്നു വരുമ്പോൾ ലജ്ജയ്ക്കായിട്ടല്ല നാം എഴുന്നേറ്റ് വരുന്നത്. നീതിസൂരായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാനുള്ള ആദ്യ തേജസ്സുള്ള ആ മണവാട്ടിയായിട്ടാണ് ഉള്ള ഭാഗ്യം ലഭിച്ചെങ്കിൽ ആ ക്രിസ്തുവിനോട് നാം സദൃശാക്കി തരും. അതല്ല, നാം ശിശുക്കളെ പോലെ നിത്യജീവന് മാത്രം ഉപകരിക്കലായിട്ട് 30 മേനിയാണെങ്കിൽ അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞുള്ള ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിലാണ് അങ്ങനെയുള്ളവർക്ക് പുനരുത്ഥാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് 30 മേനിക്കാർ ദൈവസഭയുടെ അംഗങ്ങളാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന തേജസ് 30 മേനിയാണെങ്കിൽ ഭൗമിക തേജസ്സായിരിക്കും. അവരുടെ മരണാന്തവരെ ദൈവം വെച്ചിരിക്കുന്നത് സമുദ്രത്തിലാകുന്നു. സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ പേരുകൾ ജീവപുസ്തകത്തിലുണ്ട്. അവരെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നില്ല എന്നുള്ളത് പൗലോസ് 20-ാം അധ്യായം 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തതയുള്ളത് കൊണ്ട്, അത് ദൈവനമായതുകൊണ്ട് രാത്രി അടിവരിയിട്ട് അറിഞ്ഞുകൊണ്ട് എന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നു. അതേക്കുറിച്ചാണ് താരമായി ഒരുപാട് സംസാരിക്കാൻ ഇടയാത്തതാണ്. അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്ന് ദൈവത്തെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 20-ാം അധ്യായം 12 ഞാൻ വായിക്കുന്നു, മരിച്ചവർ ആപാരബന്ധം സിംഹാസനത്തിൽ പൗലോസ് 20:12 നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും താന്റെ അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയിൽ രണ്ടാമത്തെ മരണം ഈ വസ്തു എഴുതി കാണാത്ത യവനെയും തീപ്പൊയിൽ തള്ളിയിട്ട് പറഞ്ഞിരിക്കുന്നത് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ നിത്യജീവ പുസ്തകത്തിൽ ജീവന്റെ പേരുള്ളവരാണെന്നും അവരെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ എഴുന്നേറ്റ് വരുന്നത് ഭൗമിക തേജസ്സോടെ ബന്ധത്തിലായിരിക്കും. 30 മേനിയുള്ളവരാണ്. ശിശുക്കൾ ഉൾപ്പെടെ അതുപോലെ ജീവിക്കുന്ന സകലരും ഈ ഒരു ഗ്രൂപ്പിലാണ് പെടുന്നത്. സഭയുടെ തുടക്കക്കാരായിരിക്കുന്നവരും 30 മേനിക്കാരാണ്. അതുകൊണ്ട് എന്നവരെയും 30 മേനിയിലാണെങ്കിൽ സ്തോത്രം നിന്ന് നമുക്ക് വളർച്ച പ്രാപിച്ച ദിവസങ്ങളിൽ സ്വർഗീയ തേജസ്സിന് ഭൗമിക ശരീര തേജസ്സിൽ നിന്ന്
സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് പ്രാപിപ്പാൻ വേണ്ടിയുള്ള ചിന്തകളാണ് തുറന്നുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ദൈവത്തിൽ വീണ്ടും നമുക്ക് കേൾക്കാം. നാമെ കർത്താവ് രക്ഷിച്ചു, ഭൗമിക തേജസ്സിൽ നിന്ന് സ്വർഗീയ തേജസ്സിലേക്കുള്ള പ്രൊമോഷൻ നമുക്ക് തന്നു. അതോടെ വയ്ക്കുന്നത് തേജസ് പ്രാപിച്ച് അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇത് രാത്രി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുവാൻ. അതോ ഇന്നും നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു ആ ഒരു അവസ്ഥയിൽ ആണോ നിൽക്കുന്നത്? അതൊക്കെ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെട്ട് ആ തികവിലേക്ക് എത്തിച്ചേരുവാനുള്ള ആഗ്രഹമാണോ ഉള്ളത്? ഭൗമികമായിരിക്കുന്ന എല്ലാ ചിന്തകളെയും ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് പറഞ്ഞു അത് ദൈവം നടത്തും. നമുക്ക് ആഗ്രഹത്തോടെ വാഞ്ചയോടെ പറയും, കർത്താവേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനമായ ലക്ഷ്യം എന്റെ കടം മാറുന്നതല്ല. അതൊക്കെ ദൈവത്തിന് അറിയാം. നമുക്കതായിരിക്കണം. അതേ കർത്താവെ, അങ്ങ് വരുമ്പോൾ എനിക്ക് അങ്ങയോട് കൂടി ചേർക്കപ്പെടണം, എന്നെ കൂടി അങ്ങനെ വലുതിൽ ഓർക്കണമേ. എന്റെ കാലം നിൽക്കുമ്പോൾ ഞാൻ ജീവനോടിരുന്ന എനിക്ക് രൂപാന്തരപ്പെടണം. അതല്ല, ഞാൻ മരിച്ചു മുൻപറയപ്പെട്ടാൽ ശബ്ദത്തെങ്കിൽ അങ്ങനെ ആത്മാവിൽ ഞാൻ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗീയ തേജസ്സിന് യോഗ്യരായി എഴുന്നേറ്റ് വരുവാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു ജീവിതത്തിന്റെ ഏറ്റവും പരപ്രധാനമായ ഉദ്ദേശമാകട്ടെ, അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദിനം തോറും അവന്റെ മുഖത്തേക്ക് നോക്കി തേജസ്സമേൽ തേജസ് പ്രാപിച്ച് അവൻ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ ഈ സന്ദേശം കേൾക്കുന്നവരെ ദൈവടിയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ വിരാമപ്പെടുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.